അങ്ങനെ ആ സിനിമയിലെ കുറച്ച് സീൻസ് ട്രിവാൻഡ്രത്ത് ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നു. അപ്പം ഷൊർണൂരത്തെ വർക്കെല്ലാം കഴിഞ്ഞു. അപ്പോൾ തിരുവനന്തപുരത്ത് അതിൻ്റെ ഷൂട്ടിങ് വെച്ചു. അപ്പം ഞാൻ ഡയറക്ടറുമാണ്, അതിൽ ആ തിരുവനന്തപുരത്ത് ഷൂട്ടിങ് ഞാൻ അഭിനയിക്കുകയും വേണം. അങ്ങനെ തിരുവനന്തപുരം ഷൂട്ടിങ് നടക്കുമ്പോൾ ആ സമയത്താണ് എനിക്ക് എൻ്റെ രണ്ടാമത്തെ കുഞ്ഞ് ജനിക്കുന്നത്, എൻ്റെ മകൻ. അപ്പം വൈഫിനെ ഹോസ്പിറ്റലൈസ് ചെയ്തു ഡെലിവറിക്ക് വേണ്ടി. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ. ഇവിടെ ഷൂട്ടിങ് നടക്കുന്നു. അപ്പോൾ രാവിലെ ഒരു 10 മണിയായപ്പോഴത്തേക്ക് ഞാൻ അറിയുന്നു എനിക്കൊരു കുഞ്ഞ് ജനിച്ചു, രണ്ടാമത്തെ കുഞ്ഞ്, ആൺകുട്ടി. അപ്പോൾ അവൻ ജനിച്ചു എന്നറിയുമ്പോൾ ഞാൻ മേക്കപ്പിലാണ് നിൽക്കുന്നത്. ഈ മേക്കപ്പിൽ എനിക്ക് ഹോസ്പിറ്റലിൽ പോകാനോ കുഞ്ഞിനെ കാണാനോ പറ്റില്ല. ഞാൻ അങ്ങോട്ട് പോയി 1-2 മണിക്കൂർ പോയി കഴിഞ്ഞാൽ അവിടെ ഷൂട്ടിങ് മുടങ്ങും. അഭിനയിക്കുകയും വേണം, ഡയറക്റ്റ് വേണം. 1-2 ഷോട്ട് എടുക്കാറുണ്ടെങ്കിൽ അഭിനയിക്കേണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഗോവയായിട്ട് ഏൽപ്പിച്ചിട്ട് പോകാമായിരുന്നു. പക്ഷേ അഭിനയിക്കണമെന്നുള്ളതുകൊണ്ട് ഞാൻ അവിടെ നിന്നേ പറ്റും. അതും വലിയൊരു ക്രൗഡൊക്കെ ഉള്ളൊരു മാരേജ് ഹാളിലേക്ക് ഞാൻ അറുപൻ തമ്പി ജഗദീഷ് കുമാറിനെ അന്വേഷിച്ച് വരുന്നതാണ്. അപ്പോൾ അത് ഒരുപാട് ആൾക്കാരും ആർട്ടിസ്റ്റും ഒക്കെ ഉണ്ട്. അപ്പം ലളിത ചേച്ചിയുണ്ട്, ഇന്ദ്രൻസ് ഉണ്ട്, ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. ബാലേന്ദ്ര മേനോൻ സാറുണ്ട്, ശാന്തി കൃഷ്ണനുണ്ട്, അങ്ങനെയുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകളും, ജനാർദ്ദൻ ചേട്ടൻ, അപ്പോൾ ഇവരെല്ലാം നിൽക്കുന്നു. അപ്പം ലളിത ചേച്ചിയാണ് ഞാൻ ഫോണിൽ വിവരം അറിഞ്ഞുടനെ എന്താ അമ്മയെന്ന് ചോദിച്ചു. ഞാൻ ഇങ്ങനെ ഒരു മകനുണ്ടായി. കൺഗ്രാജുലേഷൻസ് ഒക്കെ പറഞ്ഞ്, എവിടെ എന്നെ ഹോസ്പിറ്റലിൽ എന്നാണ് പറഞ്ഞു. ശരി എന്നാണ് പറഞ്ഞു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും അഭിനയിക്കാൻ പോയി. ലളിത ചേച്ചി ആ സമയത്ത് ലളിത ചേച്ചി ഷോർട്സ് ഒന്നുമില്ല. അപ്പോൾ ലളിത ചേച്ചി എന്ത് ചെയ്തെന്ന് വെച്ചാൽ നേരെ ഒരു വണ്ടി എടുത്തുകൊണ്ട് ലളിത ചേച്ചി നേരെ ഹോസ്പിറ്റലിൽ പോയി. അപ്പം ഞാൻ എൻ്റെ മോനെ കാണുന്നതിന് മുമ്പ് അവനെ കണ്ട ആളാണ് ലളിത ചേച്ചി. പലപ്പോഴും എൻ്റെ അടുത്ത് KPC ലളിത ചേച്ചി പറയാറുണ്ട്, തമ്പി കാണുന്നതിന് മുമ്പ് കണ്ട ആളാണ് ഞാനെന്ന്. അപ്പോൾ അത് കഴിഞ്ഞ് അന്ന് വൈകുന്നേരം രാത്രി ആണ് ഷൂട്ടിങ് തീരുന്നത്. ഷൂട്ടിങ് തീർന്നിട്ടാണ്, അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ മകനെ ഒന്ന് കാണണമെന്നുള്ള രാത്രിയാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് എൻ്റെ മകനെ കാണുന്നത്. അപ്പോൾ അതും ആ പടത്തിൻ്റെ സമയത്തുള്ളൊരു നല്ല അനുഭവമായിരുന്നു. എന്തായാലും ആ പടം വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടൊരു സിനിമയായിരുന്നു. ജഗദീഷ് കുമാറിനെ സംബന്ധിച്ചോളം അദ്ദേഹത്തിന് ക്രിട്ടിക്സ് അവാർഡും എല്ലാം കിട്ടിയ സിനിമയാണ്. വളരെ രീതിയിലൊരു ചർച്ചയായ സിനിമ. ഇന്നും ഒരുപാട് പേര് ആ സിനിമയെപ്പറ്റി ഇപ്പോഴും യൂട്യൂബിലും എല്ലാം കാണുമ്പോഴും ചാനലിൽ കാണുമ്പോഴൊക്കെ വളരെ ഒരു ശ്രദ്ധേയമായൊരു സിനിമയായിരുന്നു. ജഗദീഷ് കുമാറിന് എനിക്ക് തോന്നുന്നു അദ്ദേഹം ഒരുപാട് ഇത്രയും ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിലും അദ്ദേഹം ചെയ്ത മറ്റ് പല ക്യാരക്ടേഴ്സിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കഥാപാത്രമായിട്ട് ജഗദീഷ് കുമാർ അഭിനയിച്ചൊരു സിനിമ കൂടിയായിരുന്നു അവിട്ടം തിരുനാൾ ആരോഗ്യശ്രീമാൻ. അവിട്ടം തിരുനാൾ ആരോഗ്യശ്രീമാനും സ്ക്രിപ്റ്റ് എഴുതിയത് ശശിധരൻ ആറാട്ട് വഴിയായിരുന്നു. അതിനു മുമ്പ് എൻ്റെ സിംഹവാലൻ മേനോൻ എഴുതി, അത് കഴിഞ്ഞിട്ട് അവിട്ടം തിരുനാൾ എഴുതി. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ശശിധരൻ ആറാട്ട് എൻ്റെ പറഞ്ഞു, ശശിധരൻ ആറാട്ടൊരു സുഹൃത്തിന് ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്താൽ കൊള്ളാമെന്നൊരാഗ്രഹമുണ്ട്, നമുക്കൊരു വലിയ ബഡ്ജറ്റല്ല, നമുക്ക് ചെറിയ സിനിമ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സുരേഷ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അന്ന് ഈ ദൂരദർശനിന് വേണ്ടി ചെറിയ പ്രോഗ്രാമുകളൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ശശിയും ദൂരദർശന് വേണ്ടി ചെറിയ പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. ഞാനും ശശിയും കൂടി ചേർന്ന് ദൂരദർശന് വേണ്ടി ഒരു മ്യൂസിക്കൽ പ്രോഗ്രാമൊക്കെ ആ സമയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സുരേഷ് വന്നു പരിചയപ്പെട്ടു. അപ്പോൾ ഒരു ചെറിയ സിനിമ എന്നുള്ള രീതി ശശി ഒരു കഥയുടെ ഒരു ഐഡിയ പറഞ്ഞു. ഒരു രസകരമായ കഥയാണ്. ഒരു NTR എന്നൊരു ക്യാരക്ടറും അയാളുടെ 2 മക്കളും. അപ്പോൾ അങ്ങനെ ആ സിനിമ നമുക്ക് ആലോചിക്കാം. ഇന്നസെൻറ്റിനെ പ്രധാന കഥാപാത്രമാക്കിക്കൊണ്ട്, പ്രധാന വേഷം ഇന്നസെൻറ്റും മറ്റ് 2 മക്കളായിട്ട് അന്ന് നമ്മൾ ആലോചിച്ചത്. അപ്പോൾ ദിലീപ് അപ്പം വീണ്ടും സിനിമയിലേക്ക് ഒന്ന് കയറി വരുന്നു. ചെറിയ സിനിമകൾ അനുരാഗ കൊട്ടാരം എന്നൊക്കെ പറഞ്ഞ സിനിമയിലൊക്കെ നായക വേഷം പോലെ അഭിനയിക്കുന്നു. അപ്പം ദിലീപിന് അതിലൊരു വേഷവും മൂത്ത മകനായിട്ട് സിദ്ദിഖിനെ ഇടാമെന്ന് ഫിക്സ് ചെയ്ത സിനിമയുടെ ബാക്കി ഡിസ്കഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നു. അപ്പോൾ സിദ്ദിഖിനെ സംബന്ധിച്ചിടത്തോളം ആ സമയത്ത് ഒരു വലിയൊരു ഗ്യാപ്പ് വന്നു. കുറേ സിനിമകളിൽ നിന്നൊക്കെ സിദ്ദിഖ് ഒന്ന് അകന്നു നിൽക്കുന്നൊരവസ്ഥ. അപ്പോൾ ഒരു നായക വേഷത്തിൽ നിന്ന് മാറി ഇങ്ങനെ നിൽക്കുന്നൊരവസ്ഥ. അപ്പം സിദ്ദിഖിനോട് ഇങ്ങനൊരു വേഷം, സിദ്ദിഖ് ഭയങ്കര ഹാപ്പിയായി. കാര്യം അത് വൺ ഓഫ് ദ ഹീറോ തന്നെയാണ്. അപ്പം സിദ്ദിഖ് അത് ചെയ്യാമെന്നെല്ലാം പറഞ്ഞു. ആ ഡിസ്കഷൻ നടക്കുന്നു. അപ്പോൾ ആ സമയത്ത് ആണ് സിദ്ദിഖിനൊരു അപ്പോൾ സമയം ഞങ്ങളുടെ തിരുവനന്തപുരത്തിൻ്റെ കമ്പോസിങ് നടന്നുകൊണ്ടിരിക്കുന്നു. രമേശൻ നായരാണ് എൻ്റെ പാട്ട് എഴുതിയിരിക്കുന്നത്, SP വെങ്കടേഷാണ് മ്യൂസിക്. ഒരു തെലുങ്ക് പാട്ടുണ്ട് അതിലൊരു പ്രത്യേക കഥാപാത്രമായിട്ട് കൽപ്പന അഭിനയിക്കുന്നത്. കൽപ്പന ഭയങ്കരമായിട്ട് കലക്കിയൊരു സിനിമയാണത്. ഒരു തെലുങ്ക് പാട്ടൊക്കെ അതിനകത്തുണ്ട്. അത് വേറെ ആളെ കൊണ്ട് തെലുങ്കിൽ നിന്ന് ഒരാളെ കൊണ്ടുവന്ന് അതിൻ്റെ പാട്ടൊക്കെ എഴുതിച്ചു. കമ്പോസിങ് നടക്കുമ്പോൾ ഒരു ദിവസം സിദ്ദിഖ് തിരുവനന്തപുരത്ത് വന്നു. അപ്പോൾ ഇങ്ങനെ വന്ന് കഥയൊക്കെ കേട്ടു. വലിയ സന്തോഷം സിദ്ദിഖിന്.
സിദ്ദിഖ് ആ സമയത്ത് ഒരു ജർമ്മൻ ടൂറ് നമ്മുടെ ഡയറക്ടർ രഞ്ജിത്തും എല്ലാം കൂടെ ചേർന്നൊരു ജർമ്മനി ഒരു ഷോ പ്രോഗ്രാമായിട്ട് പോകാൻ നിൽക്കുക. രഞ്ജിത്തുമായിട്ടും സിദ്ദിഖ് വലിയ അടുപ്പമാണ്. അങ്ങനെ ആ ടൂറിനയാൾ പോയി. നമ്മൾ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പായിട്ടാണ് സംഭവിച്ചത്. പക്ഷേ അത് കഴിഞ്ഞ് അദ്ദേഹം സിദ്ദിഖ് ആ ജർമ്മനിയിലുണ്ടായിരുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ദുരന്തം സംഭവിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ മരണം. അത് വല്ലാത്തൊരു ഷോക്ക് അദ്ദേഹത്തിനും. ഞങ്ങളൊക്കെ പലപ്പോഴും വീട്ടിൽ പോയി അവർ വിളമ്പി തന്ന ഭക്ഷണമൊക്കെ കഴിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് സിദ്ദിഖിനുണ്ടാക്കിയൊരു വല്ലാത്തൊരു ഷോക്കാണ്. പുള്ളി തിരിച്ച് ജർമ്മനിയിൽ നിന്ന് വന്ന് അതിൻ്റെ പിന്നെ ഒരുപാട് ഇഷ്യൂസ്, പല ഇഷ്യൂസിലും സിദ്ദിഖ് അതിനകത്ത് ഇൻവോൾവ് ആകേണ്ടി വന്നു. പല കോൺട്രവേഴ്സീസ് വന്നു. പക്ഷെ അവസാനം അതെല്ലാം നിരപരാധിയായി സിദ്ദിഖ് എന്നുള്ള അവസാനം തെളിയിക്കപ്പെട്ട് കഴിഞ്ഞ കാര്യമാണ്. പക്ഷെ ആ സമയത്ത് പുള്ളി ഭയങ്കരമായ മാനസിക സംഘർഷത്തിലായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞ് 2 കുട്ടികളുണ്ട്, 2 ആൺകുട്ടികളാണ് സിദ്ദിഖിനുണ്ടായിരുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞ് തമ്പി അത് എനിക്ക് അഭിനയിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, ഞാൻ അങ്ങനെ ഒരു മാനസികാവസ്ഥയിലല്ല. അപ്പം നമുക്കെല്ലാം മനസ്സിലാവും എന്നാൽ അപ്പോഴത്തെ ഒരു സിദ്ദിഖിൻ്റെ ഒരു മാനസികാവസ്ഥ. അങ്ങനെ എനിക്ക് തോന്നുന്നു അതിന് മുമ്പുള്ള എല്ലാ സിനിമകളിലും മിക്കവാറും 99% എൻ്റെ സിനിമകളിലെല്ലാം സിദ്ദിഖുണ്ട്. സിദ്ദിഖില്ലാതെ ഒരു സിനിമ മറ്റോ എൻ്റെ ഇടയിൽ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു പിടക്കോഴി 1 നൂറ്റാണ്ടിലും മറ്റോ സിദ്ദിഖില്ല. അതിലവട്ടം തിരുനാൾ ആരോഗ്യ ശ്രീനിമാനിലും സിദ്ദിഖില്ല. ബാക്കി എല്ലാ സിനിമകളിലും സിദ്ദിഖ് ഉണ്ടായിരുന്നു. അങ്ങനെ ആ സിദ്ദിഖിന് പകരം അശോകനെ ആ റോളിലേക്ക് കാസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ അശോകനും ദിലീപും, എനിക്ക് തോന്നുന്നു ദിലീപ് ഒരു പാട്ടൊക്കെ പാടി എനിക്ക് തോന്നുന്നു അഭിനയിക്കുന്ന ആ സിനിമ. അപ്പോൾ ദിലീപിൻ്റെ നായികയായിട്ട് മോഹിനിയാണ് ഫിക്സ് ചെയ്തത്. അപ്പോൾ മോഹിനിയും ദിലീപായിട്ടുള്ള ഒരു അടുപ്പം എന്ന് പറയുന്നത് കമലിൻ്റെ ഗസൽ എന്ന സിനിമയിൽ മോഹിനി നായികയായിരുന്നു. അത് ദിലീപ് അസിസ്റ്റൻ്റ് ഡയറക്ടറായിരുന്നു. അപ്പോൾ ദിലീപിനെ കണ്ടുകൊണ്ട് ഇയാൾ നായകനായോ എന്നാണ് മോഹിനി ആദ്യം ചോദിച്ചത്. അപ്പോൾ അപ്പോൾ മോഹിനിയുടെ കൂടെ ഒരു പാട്ട് അഭിനയിക്കുന്ന ദിലീപിന് ഭയങ്കര ടെൻഷൻ. ദിലീപ് എത്ര അഭിനയിച്ചിട്ട് അതിൻ്റെ ലിപ്പ് ശരിയാവുന്നില്ല. അവസാനം ഭയങ്കര ടെൻഷൻ. പിന്നെ പറഞ്ഞൊക്കെ മനസ്സിലാക്കി അവസാനം മോഹിനി തന്നെ എന്ത് ടെൻഷൻ അടിക്കുന്നതെന്ന് പറഞ്ഞ് മോഹിനി തന്നെയൊക്കെ ഇടപെട്ടൊക്കെയാണ് ദിലീപ്. അപ്പോൾ ആ ദിലീപും ഹരിശ്രീ അശോകൻ്റെ നല്ലൊരു ക്യാരക്ടർ ഉണ്ടായിരുന്നു. അവർ നല്ലൊരു കോമ്പിനേഷനായിരുന്നു. ഹരിശ്രീ അശോകനും ദിലീപും അശോകനും ഈ കൽപ്പനയുടെ ക്യാരക്ടർ നല്ല രസകരമായിട്ട് ഹ്യൂമർ വർക്കൗട്ട് ചെയ്തൊരു സിനിമയാണ്. ഇന്ദ്രൻസ് പ്രധാന വേഷമുണ്ട്. അത് ഹരിശ്രീ അശോകൻ്റെ നല്ല രസമെന്ന് വെച്ചാൽ ഹരിശ്രീ അശോകൻ ഇവരുടെ ഈ ഇന്നസെൻ്റ് ഡ്രൈവറുടെ വേഷമാണ്. അപ്പോൾ ഡ്രൈവർ വേഷമൊക്കെ പറഞ്ഞ് ഫിക്സ് ചെയ്ത് ഹരിശ്രീ അശോകൻ ഭയങ്കര തിരക്കാണ്. അശോകൻ ലൊക്കേഷൻ വന്നപ്പോഴാണ് അറിയുന്നത് അശോകന് കാർ ഓടിക്കാൻ അറിയില്ല, അശോകന് ഡ്രൈവിങ് അറിയില്ല, ക്യാരക്ടർ ഡ്രൈവറും. അവസാനം എന്തു പറ്റി, അശോകൻ ഓടിക്കേണ്ട പല സീനുകളിലും അശോകനെ ഇരുത്തിയിട്ട് വണ്ടി തള്ളി അശോകൻ്റെ ക്ലോസ് എടുക്കും. ബാക്കിയൊക്കെ ഡ്യൂപ്പിന് വെച്ചൊക്കെയാണ് പല സീനുകളും അതിൽ ഷൂട്ട് ചെയ്തത്. അത് കഴിഞ്ഞ് ആ സിനിമയുടെ ഒരു തെലുങ്ക് പാട്ട്, അത് കൽപ്പന വന്ന് ഈ മക്കൾ കല്യാണം കഴിച്ച് പ്രശ്നമുണ്ടായി മക്കളെ നേരെ നിർത്താൻ വേണ്ടി കൽപ്പനയെ കൊണ്ടുവരുന്നതാണ്. കൽപ്പന ഒരു ആർട്ടിസ്റ്റും കൽപ്പന അയാളുടെ ഇന്നസെൻ്റ് ഭാര്യയായിട്ട് വരുന്നു. ഒരു തെലുങ്ക് ഒരു പാട്ടും. അങ്ങനെ പടം ഒരു ഗംഭീര പടമായിരുന്നു. വളരെ ചെറിയ ബഡ്ജറ്റിൽ തീർത്തൊരു പടമാണ്. അത് വലിയൊരു സൂപ്പർ ഹിറ്റായി ആ പടം മാറി. അത് എനിക്ക് തോന്നുന്നൊരു ആ സമയത്ത് റിലീസ് ചെയ്ത പടങ്ങളിൽ ഏറ്റവും 100 ദിവസത്തിൽ കൂടുതൽ ഓടിയൊരു സിനിമയായി കുടുംബ കോടതി മാറി എന്നുള്ളതാണ് സത്യം. അതിൽ വേറൊരു രസമുണ്ടായിരുന്നു ആ സമയത്ത് ദിലീപ് ആ സമയത്ത് ഒരുപാട് ഈ കോമഡി കാസറ്റുകളൊക്കെ ഇറക്കുമായിരുന്നു. ദേ മാവേലി കൊമ്പത്തെന്ന് പറഞ്ഞ് ദിലീപും നാദിർ ഷേഖും ചേർന്നു. അപ്പോൾ ദിലീപ് സ്ഥിരമായിട്ട് ഇമിറ്റേറ്റ് ചെയ്യുന്നത് ഇന്നസെൻ്റിനെയാണ്. ഇന്നസെൻ്റിൻ്റെ ഇത്ര വ്യക്തമായിട്ട് ഇന്നസെൻ്റെ ശബ്ദം അനുകരിക്കുന്ന ഒരാളാണ് ദിലീപ്. അപ്പോൾ ആ സിനിമയിൽ അതിനൊരു സീൻ തന്നെയുണ്ട്. അച്ഛൻ്റെ ശബ്ദത്തിൽ മകൻ വിളിച്ച് ഒരു ഫുഡ് ഓർഡർ ചെയ്യുന്ന സീനൊക്കെ ഉണ്ട്. അപ്പോൾ ദിലീപ് വന്നപ്പം ദിലീപ് നായകനായിട്ട് അഭിനയിക്കുകയാണ്. അപ്പോൾ ഇന്നസെൻ്റ് എന്ന് പറഞ്ഞ് നീ എന്നെ ഇമിറ്റേറ്റ് ചെയ്യുന്നതിനൊക്കെ ഞാൻ പല സ്ഥലത്തും നിന്നെപ്പറ്റി തെറിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ ഒരു കാര്യമുണ്ട്, അതൊന്ന് മനസ്സിൽ വെച്ചേക്കരുത്, തമാശയെന്ന് പറയണം, നീ നായകനാണ്, നാളെ നീ എന്നെ ഇന്നസെൻ്റ് ഈ സിനിമയെ വേണ്ട എന്നൊന്നും പറഞ്ഞേക്കരുത്. അപ്പം ദിലീപ് ആപ്പാടെ ചിരി. കാര്യം ഇത് രസകരമായിട്ടാണ് ഇന്നസെൻ്റ് അവതരിപ്പിക്കുന്നത്. കാരണം ഇന്നസെൻ്റ് അന്നും വളരെ ഏറ്റവും എസെൻഷ്യലായിട്ടുള്ള ആക്ടറായിരുന്നു അദ്ദേഹം. അപ്പോൾ അത് ഇന്നസെൻ്റ് ഒരു സിനിമയായിരുന്നു യഥാർത്ഥത്തിൽ പറഞ്ഞ കുടുംബ കോടതി, ഒപ്പം കൽപ്പനയുടെയും. അപ്പോൾ അതൊരു വലിയ ഹിറ്റായി മാറി. ജർമ്മനി, പോളണ്ട്, ബോസ്നിയ ആൻഡ് ഹെർസഗോവിന, കിർഗിസ്ഥാൻ.
സഞ്ചാരം വോള്യം നമ്പർ 19 ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. കുടുംബകോടതി ഒരു വലിയ വിജയമായി കഴിയപ്പോഴാണ് കുടുംബകോടതിയുടെ സമയത്ത് തന്നെ അടുത്തൊരു പടം ഞാൻ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു അപ്പോൾ ആ സമയത്ത് ഈ കുടുംബകോടതി അതൊക്കെ ഒരു ഫാമിലി ഹ്യൂമർ അങ്ങനെയൊക്കെ കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ടൊരു സിനിമ ചെയ്യണമെന്നൊരാഗ്രഹം. പഴയ ഒരു നമ്മൾ നേരത്തെ ചെയ്തുകൊണ്ടിരുന്നൊരു ആക്ഷനും അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സിനിമ അല്ലെങ്കിൽ ഇങ്ങനൊരു ടൈപ്പായി പോകുന്നുണ്ടോ എന്നൊരു ചെറിയൊരു സംശയം എനിക്ക് വന്ന സമയത്താണ്. അപ്പോൾ കലോ ഡെന്നിസിനായിട്ട് ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ടാണ് അടുത്തൊരു സിനിമ കുറച്ചൊരു ആക്ഷൻ ഓറിയൻ്റ് ഒരു സസ്പെൻസും അങ്ങനെയുള്ളൊരു സിനിമ ചെയ്യാം എന്നാലോചിച്ചിട്ടാണ് ആ സമയത്ത് മാന്ത്രിക കുതിര എന്നൊരു സിനിമ നമ്മൾ ആലോചിച്ചു. അതൊരു മർഡർ മിസ്റ്ററിയും അതിനകത്ത് വരുന്ന സസ്പെൻസും ത്രില്ലറുമാണ്. അങ്ങനെ ഡെന്നിസിൻ്റെ ഒരു പരിചയത്തിലുള്ള പ്രൊഡ്യൂസർ തന്നെയാണ് അതിന് വന്നത്. അതിൽ മനോജ് കെ ജയനെ പ്രധാന വേഷവും ദിലീപ് മറ്റൊരു വേഷവും മോഹിനിയുണ്ട്, പിന്നെ വാണി വിശ്വനാഥ്, അങ്ങനെ അവരെല്ലാം കാസ്റ്റ് ചെയ്തിട്ടുള്ളൊരു സിനിമ. ലാലു അലക്സ് ഒരു പ്രധാന വേഷത്തിലും NF വർഗീസ്. അങ്ങനെ ആ ഒരു സിനിമ നമ്മൾ ആലോചിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു കഥാ ചർച്ചയും കാര്യങ്ങളുമൊക്കെ എറണാകുളത്ത് ഞങ്ങൾ ആലുവ പാലസിലാണ് എൻ്റെ സബ്ജക്റ്റ് ഡിസ്കഷനായിട്ട് ഞാനും ഡെന്നിച്ചിനൊക്കെ ഇരുന്നത്. അപ്പോൾ ഒരു ദിവസം അവിടെ പാലസിൽ ഇരിക്കുമ്പോൾ ഒരു ഫോൺ വരുന്നു. അപ്പോൾ ഇങ്ങനെ എനിക്ക് എന്നെ കിട്ടാനാണ് പാലസിലെ എല്ലാം വന്നത്. അപ്പോൾ ഞാൻ ചെന്നപ്പോഴത്തേക്കും പറഞ്ഞു ഞാൻ ആലുവ റൂറൽ SP ആണ്, എൻ്റെ പേര് ടോമിൻ തച്ചങ്കരി. ഞാൻ അറിയാം സാർ, കേട്ടിട്ടുണ്ട്. നിങ്ങളെന്താ പരിപാടി അവിടെ ആലുവയിൽ? ഞങ്ങൾ ഉണ്ടെന്ന് സാർ പറഞ്ഞു. അത് അറിയും. ആലുവ പാലസിൽ ആര് താമസിച്ചാലും ആ ലിസ്റ്റ് അപ്പോൾ എനിക്കിവിടെ വരും. എന്താ അവിടെ പരിപാടി എന്ന് ചോദിച്ചു. ഞാൻ ഒരു പുതിയ സിനിമയുടെ ഒരു ചർച്ചയും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. അവിടെ ഒന്നും ഉണ്ടാവുമോ എന്ന് ചോദിച്ചു. ഉണ്ടാവും. ശരി, ഞാൻ വൈകിട്ട് അങ്ങോട്ട് വരാമെന്ന്. വൈകിട്ടായപ്പോഴത്തേക്കും അദ്ദേഹം വരുന്നു, സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം ഈ കുറേ കാസറ്റുകളും സിനിമയും പാട്ടും മ്യൂസിക്കും ഒക്കെ ആയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു ചോദിച്ചു, ആരാണ് ഇപ്പോഴത്തെ മ്യൂസിക് ഡയറക്ടർ? അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ ഫിക്സ് ചെയ്തിട്ടില്ല, എൻ്റെ സിറ്റുവേഷനൊക്കെ ആയി വരുന്നേ ഉള്ളൂ, കഥ സ്ക്രിപ്റ്റ് ആയിട്ടില്ല, ആയി വരുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കാര്യം ചെയ്യും, ആ പടത്തിന് എത്ര പാട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്യാം. അപ്പം ഞാൻ അല്ല, നിങ്ങൾ സിറ്റുവേഷൻ പറ, നിങ്ങൾ ഞാൻ പാട്ട് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾ മാറ്റിക്കോ. അമ്മ അങ്ങനെയല്ല പറഞ്ഞ്, ഞാൻ ആയിക്കോട്ടെ സിറ്റുവേഷനൊക്കെ ആവട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം അവിടെ നിന്ന് പോയി. പിന്നിടയ്ക്ക് അദ്ദേഹം വരും. അങ്ങനത്തെ ഒരു സൗഹൃദമായി അതിനിടയ്ക്ക്. അത് കഴിഞ്ഞ് ഞങ്ങൾ അതിൻ്റെ ഡിസ്കഷനൊക്കെ കഴിഞ്ഞു. അപ്പോൾ അതിൽ ഒരു പാട്ടിൻ്റെ സിറ്റുവേഷനുള്ള സിനിമയിൽ. അപ്പോൾ അതൊരു ഫാമിലി ഒരു ബേസിലൊരു പാട്ടാണ്. അപ്പം ഇങ്ങനെ ഞാൻ ഡെന്നിച്ചിന് പറഞ്ഞു വെച്ചാൽ ഇങ്ങനെ അദ്ദേഹം ഇങ്ങനെ ആവശ്യപ്പെട്ടു. എന്താ നല്ലതല്ലേ, അദ്ദേഹം കുറേ കാസറ്റൊക്കെ ചെയ്ത ആളാണല്ലോ, നല്ല രസമുള്ള പാട്ടുകളൊക്കെയാണ്. അപ്പോൾ അദ്ദേഹത്തെ തന്നെ ആലോചിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ആ പടത്തിലെ മ്യൂസിക് ഡയറക്ടറായിട്ട് അന്ന് എറണാകുളം റൂറൽ SP ആയിരുന്ന ടോമിൻ തച്ചകരിയാണ് ഫിക്സ് ചെയ്യുന്നത്. പാട്ട് എഴുതുന്നത് ഷിബു ചക്രവർത്തിയാണ്. ഒരു പാട്ടേ ഉള്ളൂ. അപ്പോൾ ഇതിൽ സിറ്റുവേഷൻ ഇദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു കഴിയുമ്പോൾ ഞങ്ങൾ വീടിന് കുറച്ച് ദിവസം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോ ദിവസവും ഈ സിറ്റുവേഷന് വേണ്ടി ഒരു ട്യൂൺ ചെയ്തൊരു കാസറ്റ് കൊടുത്തു വിടും. ആ ഡ്രൈവറിൻ്റെ കയ്യിലോ അല്ലെങ്കിൽ ആരെങ്കിലും കൊടുത്തു വിടും. അപ്പോൾ നമ്മളത് കേട്ടപ്പോൾ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ മാറ്റം പറഞ്ഞാൽ അടുത്ത വരും. അപ്പോൾ ഒരു ദിവസം വരെ നോക്കുമ്പോഴത്തേക്കും റൂമിൽ തട്ടി നോക്കുമ്പോൾ 2 പോലീസുകാരാണ് കൊണ്ടിരിക്കുന്നത്. ഞാൻ എന്താ പോലീസുകാരിങ്ങനെ? സാർ അത് തച്ചങ്കരി സാർ ഒരു കാസറ്റ് തന്നു വിട്ടു. അപ്പോൾ നമ്മൾ നോക്കി രാവിലെ കാണുന്ന പോലീസുകാരെയാണ്. അവസാനം അപ്പോൾ ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തന്നെ വന്ന് അവസാനം ഒരു ട്യൂണിലേക്ക് എത്തി അദ്ദേഹം വന്ന് അത് കമ്പോസൊക്കെ ചെയ്തു. അവസാനം അത് പാട്ട് റെക്കോർഡ് ചെയ്തു. തിരക്കേടില്ലാത്തൊരു പാട്ടായിരുന്നു. അങ്ങനെ ആ സിനിമ ഷൂട്ടിങ് തുടങ്ങി. അപ്പോൾ ആ സിനിമയിൽ ഒരു പ്രധാന കഥാപാത്രമുണ്ട്, ഒരു നെഗറ്റീവ് ക്യാരക്ടർ. അപ്പോൾ അതിൽ ആരെ കാസ്റ്റ് ചെയ്യണമെന്നിങ്ങനെ ആലോചിച്ച് വന്നപ്പോഴത്തേക്ക് നമ്മൾ അന്ന് ഈ സിനിമയുടെ പ്രൊഡ്യൂസേഴ്സുമായിട്ട് അടുപ്പമുള്ളതും ഡെന്നിച്ചിനുമായിട്ട് അടുപ്പമുള്ളൊരു വ്യക്തി ഉണ്ടായിരുന്നു. പുള്ളിയുടെ പേര് ബാബുരാജ് എന്നാണ്. ബാബുരാജ് ഒരു അഡ്വക്കേറ്റാണ്. മാത്രമല്ല ബാബുരാജ് ഒരു പടത്തിലേക്ക് തലയൊക്കെ കാണിച്ചിട്ടുണ്ട്. ഒരു വേഷമായിട്ടൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ബാബുരാജ് അന്നൊരു വലിയ ഇഷ്യൂവിൽ പെട്ട് കിടക്കുന്ന സമയമാണ്. ഈ സിയാർക്കോഗറുടെ ഒരു കേസുണ്ടായിരുന്നു, അറിയാതെ ചെന്ന് അദ്ദേഹം പെട്ടുപോയൊരു കേസ്. ആ കേസിൽ മറ്റൊരു പ്രതിയായിരുന്നു ബാബുരാജ്. അങ്ങനെ ബാബുരാജ് ഈ കോളേജ് LLB പഠിക്കുമ്പോൾ തന്നെ ഒരു ജയിൽവാസമൊക്കെ അനുഭവിച്ച ഒരാളാണ്. ഭയങ്കര ബോഡി ബിൽഡറൊക്കെയാണ്. അപ്പോൾ ബാബുരാജ് ഇതിൻ്റെ കൂടെ ത്രൂ ഔട്ട് ഇങ്ങനെ ഈ സിനിമയുടെ എല്ലാ കാര്യങ്ങൾക്കും ഉണ്ട്.
അപ്പോൾ ഞങ്ങൾ ആലോചിച്ചെന്നാൽ ബാബുരായനെ ആ റോളിൽ ഫിക്സ് ചെയ്താലോ എന്ന് ആലോചിച്ചു. അപ്പോൾ ബാബുരാജിനെ പറഞ്ഞു, ബാബുരാജിനെ കൊണ്ട് ടെസ്റ്റൊക്കെ എടുത്ത് നോക്കി. ബാബുരാജ് ക്യാരക്ടറാണ് ആ ക്യാരക്ടറിന്. അങ്ങനെയാണ് ബാബുരാജിനെ ആ സിനിമയിലൊരു പ്രധാന വേഷം ബാബുരാജ് അഭിനയിക്കുന്നത്. മാത്രമല്ല അതിൽ വേറൊരു രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാബുരാജ് ആ വേഷം അഭിനയിച്ചാലും ബാബുരാജ് സിനിമയുടെ കൂടെ ത്രൂ ഔട്ടുണ്ടായിരുന്നു. ലൊക്കേഷൻ കാണാൻ പോകാനും അതിൻ്റെ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാനും എല്ലാം ബാബുരാജാണ്. അപ്പോൾ ഇതിൽ നായികയായി ഞാൻ പറഞ്ഞിരുന്നത് വാണി വിശ്വനാഥാണ്. വാണി വിശ്വനാഥാണ് മനോജ് ഖേദിൻ്റെ ഭാര്യയായിട്ട് അഭിനയിക്കുന്നത്. ഭാര്യയുടെ അനിയത്തിയുടെ വേഷമാണ് മോഹിനി അഭിനയിച്ചത്. ഈ സിനിമയിൽ വെച്ചാണ് ബാബുരാജും വാണി വിശ്വനാഥായിട്ട് അടുപ്പമാവുന്നത്. അടുപ്പമായി ഈ സിനിമ കഴിഞ്ഞ് 1-2 സിനിമ കഴിഞ്ഞതോടുകൂടി അവർ വിവാഹത്തിലേക്ക് പോവാണ്. അപ്പോൾ അതിനൊരു നിമിത്തമായതും മന്ത്രി കുതിരയാണ്. മന്ത്രി കുതിരയിൽ ലാലു ലക്സ് ഒരു പ്രധാന കഥാപാത്രം, പോലീസ് ഓഫീസർ ക്യാരക്ടറാണ്. മനോജ് ഖേ ചെയ്തിരുന്ന ഒരു അഡ്വക്കേറ്റിൻ്റെ വേഷം. പക്ഷേ അതിലൊരു വളരെ നെഗറ്റീവായിട്ട് ക്യാരക്ടറാണ്. നെഗറ്റീവ് ഒരു ആൻറ്റി ഹീറോ ടൈപ്പ് ക്യാരക്ടറാണ്. ഒരു ഹീറോ ആണെന്ന് വെച്ചാൽ ഹീറോ ആണ്, പക്ഷേ ആൻറ്റിയാണ്. അയാളുടെ ഭാര്യയുടെ അനിയത്തെ സ്വന്തമാക്കാൻ വേണ്ടി ഭാര്യയെ കൊല ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് അയാൾ. അവസാനം അയാൾ ലാസ്റ്റ് പിടിക്കപ്പെടുന്നൊരു സിറ്റുവേഷനുണ്ട്. പിടിക്കപ്പെടുന്ന സിറ്റുവേഷനിൽ പക്ഷേ ഹീറോ ആയതുകൊണ്ട് ആ സിറ്റുവേഷനിൽ അയാൾ എസ്കേപ്പ് ആവണം. അപ്പോൾ പിടിക്കുന്നത് അയാൾ ട്രാപ്പ് ചെയ്യുന്നത് ലാലു ലക്സാണ്. എറണാകുളത്ത് നമ്മുടെ ആ ഒരു ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെ മുകളിൽ വെച്ചാണ് അതിൻ്റെ ഒരു ഫൈറ്റും സീക്വൻസും ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലാലു ലക്സും മനോജ് കെ ജയനുമായിട്ടുള്ള ഫൈറ്റ് എടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൽ ലാസ്റ്റ് സീക്വൻസ് എന്ന് പറയുന്നത് ഈ ഫൈറ്റിൻ്റെ ഇടയിൽ ലാലു ലക്സിൻ്റെ കാലിൽ തൂക്കി മനോജ് ഈ സ്റ്റേഡിയത്തിന് താഴോട്ടിരുന്നും ലാലു ലക്സ് മരിച്ചു പോകുന്ന ആ സംഭവം. അപ്പോൾ ഇത് നൈറ്റ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ലാസ്റ്റ് ഇതാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ലാലു ലക്സ് കയറി അങ്ങ് എതിർത്തു, പറ്റില്ല എന്ന്. അങ്ങനെ ഒരു പോലീസ് ഓഫീസറാണ്. പോലീസ് ഓഫീസർ ഇങ്ങനെ കാലിൽ തൂക്കി താഴെ ഇടുന്നൊന്നും പറ്റില്ല, അബദ്ധത്തിൽ വീഴുന്ന വല്ലതും ആക്കാം. പക്ഷേ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ബാക്കിയുള്ള ക്ലൈമാക്സ് ഒന്നും വർക്കൗട്ടാവില്ല. അപ്പോൾ എന്ത് ചെയ്യുക? ലാലു ലക്സും പോലെ സീനിയർ ആക്ടർ പറഞ്ഞ രീതി ഇപ്പോൾ കൺവിൻസ് ചെയ്ത് പുള്ളിക്ക് മനസ്സിലാവുന്നില്ല. അവസാനം പുള്ളി പറഞ്ഞ രീതിയിൽ തന്നെ പുള്ളിയുടെ പോർഷൻസ് എടുത്ത് വിട്ടിട്ട് അവസാനം ഡ്യൂപ്പിന് വെച്ച് ഞങ്ങൾ കാലിങ്ങനെ തൂക്കി. കാരണം ഞങ്ങൾക്കത് വേറെ ഓപ്ഷനില്ല, അതേ ചെയ്യാൻ പറ്റുള്ളൂ. അതിന് അദ്ദേഹത്തിന് വിരോധമൊക്കെ തോന്നിയിരുന്നു ഡബ്ബിങ്ങിന് വന്നപ്പോൾ കണ്ടപ്പോഴേക്ക് ചെറിയൊരു, പക്ഷേ അദ്ദേഹത്തിന് കൺവിൻസ് ആയി. കാരണം അങ്ങനെ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ അതിൻ്റെ ക്ലൈമാക്സ് വർക്കൗട്ട് ആവില്ല. അപ്പോൾ അങ്ങനെ ആ സിനിമ അത് ഒരു ഗംഭീര വിജയമൊന്നും ആയില്ല, പക്ഷേ ഒരു തിരക്കില്ലാത്ത ഒരുപാട് ശ്രദ്ധിക്കപ്പെട്ട സിനിമയായി. മനോജിൻ്റെ ഒരു പെർഫോമൻസിനൊക്കെ ഒരുപാട് അപ്രിസിയേഷൻ കിട്ടിയൊരു സിനിമയാണ് മാന്ത്രിക കുതിര. മാന്ത്രിക കുതിര സമയത്ത് തന്നെയാണ് ഞാൻ അടുത്തൊരു സിനിമ കമ്മിറ്റ് ചെയ്തത്. അത് കല്ലൂരി നീച്ചൻ്റെ ഇടപാടിൽ തന്നെയാണ്. എൻ്റെ കുണുകിട്ട് കൊഴിയുന്ന സിനിമ പ്രൊഡ്യൂസ് ചെയ്ത സിമ്പിൾ ബഷീർ, അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മറ്റൊരു സുഹൃത്തുക്കളോട് ചേർന്ന് ചെയ്യുന്നൊരു സിനിമ കിള്ളിക്കുരിശിയിലെ കുടുംബമേള, ഒരു ഹ്യൂമർ സിനിമയാണ് ഉദ്ദേശിച്ചത്. അത് ജനിച്ചൻ തന്നെയാണ് സ്ക്രിപ്റ്റ് ചെയ്തത്. മുണ്ടക്കയം ഭാഗത്താണ് ആ സിനിമ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ 2 പ്രധാന കഥാപാത്രങ്ങളായിട്ട് അതിൽ നരേന്ദ്രപ്രസാദ് സാറും ജനാർദ്ദനൻ ചേട്ടനുമാണ്. അവർ രണ്ടും 2 പ്രധാന കഥാപാത്രങ്ങളും, ജഗദീഷ് ശിവകുമാർ, പിന്നെ ജഗദീഷ്, അങ്ങനെയുള്ള ആൾക്കാരും എല്ലാം ഉള്ളൊരു സിനിമ. അപ്പോൾ ആ സിനിമ മുണ്ടക്കയത്ത് ഷൂട്ടിങ് തുടങ്ങി. ആ സിനിമയുടെ സമയത്ത് ആണ് എൻ്റെ കുടുംബത്തിൽ എൻ്റെ അച്ഛനെ സംബന്ധിച്ചോളം അച്ഛനൊരു അസുഖം മൂർച്ഛിക്കുന്നതും അദ്ദേഹത്തെ ഹോസ്പിറ്റലൈസ് ചെയ്യുന്നതും ആ സമയത്താണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ. കാരണം ഞാൻ ഇടയ്ക്ക് രാത്രി ചിലപ്പം വൈകുന്നേരം ഷൂട്ടിങ് കഴിഞ്ഞിട്ട് മുണ്ടക്കയിൽ നിന്ന് കാറെടുത്ത് തിരുവനന്തപുരത്ത് വന്ന് ഹോസ്പിറ്റലിൽ വന്ന് അച്ഛനെ കണ്ടിട്ട് വീണ്ടും വെളുപ്പിനെ തിരിച്ച് മുണ്ടക്കയത്ത് പോയി വീണ്ടും ഷൂട്ടിങ്. അപ്പം പല ദിവസവും ഉറക്കമില്ലാത്തൊരവസ്ഥ വന്നു. കാര്യം അച്ഛൻ ഓരോ ദിവസവും ഡേ ബൈ ഡേ അച്ഛൻ്റെ ഒരു സിംഗിങ് സ്റ്റേജിലേക്ക് വരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. വല്ലാത്തൊരു എനിക്ക് കൂടെ ഇരുന്ന് പരിചരിക്കേണ്ട ഒരു വ്യക്തിയാണ് ഞാൻ. ഒറ്റ മകനേ ഉള്ളൂ ഞാൻ. പക്ഷേ എനിക്കിന് കഴിയുന്നില്ല. കാരണം അതിനുവേണ്ടി നമുക്ക് ഷൂട്ടിങ് നിർത്തി വയ്ക്കാൻ പറ്റത്തില്ല. അതൊരു വല്ലാത്തൊരു മാനസികാവസ്ഥ. അപ്പം മിക്കവാറും ദിവസങ്ങളിൽ രാത്രി ഷൂട്ടിങ് കഴിഞ്ഞാൽ ഒരു വണ്ടി എടുക്കുക, നേരെ തിരുവനന്തപുരത്ത് വരിക, രാത്രി ഹോസ്പിറ്റലിൽ സ്പെഷ്യൽ പെർമിഷൻ വാങ്ങിച്ചിട്ട് രാത്രി പോയി അച്ഛനോട് കുറച്ച് നേരം ഇരിക്കുക, തിരിച്ച് വീണ്ടും രാത്രി തന്നെ. അപ്പോൾ കാറിനകത്തായിരുന്നു ഉറക്കം. മുണ്ടക്കയത്ത് ഇങ്ങോട്ട് വരുമ്പോഴും തിരിച്ച് മുണ്ടക്കയത്തേക്ക് തിരുവനന്തപുരത്ത് പോകുമ്പോഴായിരുന്നു ഒരു ഉറക്കം പല ദിവസവും ഉണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. അവിടുത്തെ ആ ഷെഡ്യൂള്, മുണ്ടക്കയത്തെ ഷെഡ്യൂള് പാക്കപ്പ് ചെയ്യുന്നതിൻ്റെ തലേ ദിവസം ഇതുപോലെ ഞാൻ വന്നിട്ട് തിരിച്ച് മുണ്ടക്കയത്തെത്തി. ഒരു
ഉച്ചയ്ക്ക് ഒരു 12 മണിയായപ്പം അവിടെ ഫോൺ വരുന്നു, അച്ഛൻ്റെ മരണം. അത് ഇത് വളരെ സീരിയസ് ആണെന്ന് അറിയുന്നത്. പിന്നെ എനിക്ക് എനിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു. അങ്ങനെ ആ ഒരു ദിവസത്തെ ഷൂട്ടിങ് പിറ്റേ ദിവസം ഉണ്ടായിരുന്നു, ബ്രേക്ക് ചെയ്തിട്ട് ഞാൻ നേരെ തിരിച്ചു വന്നു. അപ്പം മനസ്സിലായി ഇത് ലാസ്റ്റ് സ്റ്റേജാണ് അച്ഛൻ. അതിന് നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അങ്ങനെ അടുത്തിരുന്നു. അങ്ങനെ അവിടെ വെച്ച് എൻ്റെ അച്ഛൻ വിട്ടുപിരിഞ്ഞ് പോകുന്നു. അത് കഴിഞ്ഞ് ആ സിനിമയും ബ്രേക്കായി. അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ ഒരു അടുത്ത ഷെഡ്യൂളെന്ന് പറയുന്നത് കുറച്ച് പോർഷൻ ഉണ്ടായിരുന്നത് മുണ്ടക്കയത്തല്ല, എറണാകുളത്ത് വെച്ചാണത്. കാക്കനാട് അതുപോലെ മാച്ച് ചെയ്യുന്ന സ്ഥലത്ത് വെച്ചാൽ പടം തീർത്തു. പക്ഷെ അത് ഇടയ്ക്ക് പ്രൊഡ്യൂസേഴ്സുമായിട്ടും ഒക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ സിമ്പിൾ ബഷീറുമായിട്ട് അതിൻ്റെ പാർട്ട്നേഴ്സൊക്കെ തെറ്റുന്നു. അങ്ങനെയൊക്കെ വന്ന് ആ പടം അങ്ങ് പെൻഡിങ്ങായി. ഏകദേശം 1 വർഷം കഴിഞ്ഞിട്ടാണ് ആ സിനിമ തിയേറ്ററിലെത്തുന്നത്. വേണ്ട രീതിയിൽ ശ്രദ്ധിക്കപ്പെടാതെ പോയ, എൻ്റെ ഒട്ടും ശ്രദ്ധിക്കപ്പെടാതെ പോയൊരു സിനിമയായിട്ടാണ് ഞാൻ ആ സിനിമയെ കണക്ക് കൂട്ടുന്നത്. പക്ഷെ അത് മാത്രമല്ല, ആ സിനിമ എനിക്ക് വീണ്ടും ഒരു സിനിമയിലൊരു വലിയ ബ്രേക്കിന് കാരണമായി തീർന്നു. പിന്നെ ഒരു വലിയ ബ്രേക്കിന് ശേഷമാണ് പിന്നെ ഞാൻ സിനിമയിലേക്ക് തിരിച്ചു വന്നത്. അപ്പോൾ ഗോവിചേട്ടൻ പറഞ്ഞു, ശരി, ഞാൻ നിങ്ങൾക്ക് അഡ്വാൻസൊക്കെ തരാൻ തയ്യാറാണ്. അപ്പോൾ നിങ്ങളുടെ ഡേറ്റ് എപ്പോഴാണെന്ന് പറയണം. അപ്പം കമലഹാസൻ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഡേറ്റ് പറഞ്ഞ് അങ്ങനെയൊന്നും സിനിമ ചെയ്യുന്ന ഒരാളല്ല പുള്ളി. അപ്പോൾ കമലഹാസൻ പറഞ്ഞില്ല, കുഴപ്പമില്ല, ഞാനും സാബുമായിട്ടിരുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം, ആദ്യം സ്റ്റോറിയിലേക്ക് എത്തട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ ഗോപിച്ചേട്ടന് ചില വാശി, അത് പറ്റില്ല, എൻ്റെ ഡേറ്റൊക്കെ അറിയണം എന്നാൽ പറഞ്ഞു. അങ്ങനെ സംസാരിച്ചു. കുറച്ച് കഴിഞ്ഞിട്ട് കമലഹാസൻ മനസ്സിൽ ഞാൻ പറയാം എന്ന് പറഞ്ഞു. തിരിച്ച് ഞങ്ങൾ പോരുകയും ചെയ്തു. അപ്പോൾ കമലഹാസൻ ഇങ്ങനെ സാബിനോട് പറഞ്ഞത് ശരിയാവില്ല, കാര്യം നമുക്ക് അങ്ങനൊരു സ്ട്രിക്റ്റായിട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മളൊരു കഥയിലേക്ക് എത്തണം, അപ്പം എൻ്റെ ഡിസ്കഷൻ വേണം. അങ്ങനെ വരുമ്പോൾ അത് കൃത്യമായിട്ടൊന്നും പറയാൻ പറ്റില്ല, പണ്ടുമ്പോൾ അത് നമുക്ക് വേണ്ടെന്ന് വയ്ക്കാം എന്ന് സാബിനോട് പറഞ്ഞു. അപ്പോൾ അതെനിക്ക് വലിയൊരു വിഷമമായി പോയി. കാരണം അതെനിക്കൊരു